എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, പല്ലവി പത്തനംതിട്ടയ്ക്ക് ഇന്റർവ്യൂവിന് പോകാനായിട്ട് തയ്യാറെടുക്കണം. അപ്പൊ സേതുവിനെ വിളിച്ച് എന്റെ കൂടെ ഒന്ന് കൂട്ടുവരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യമൊക്കെ പാറു പറഞ്ഞു. പാറു പല്ലവിനെ കളിയാക്കുന്നുണ്ട്. എന്താ ഇപ്പൊ സേതുവേട്ടനില്ലാതെ ഒരിടത്തും പോകാൻ പറ്റില്ല അല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്ന് പോ എന്റെ പാറു എന്ന് പറയാണ്. ഈ സമയം പല്ലവിയോട് പാറു പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ്. പിന്നീട് സേതു ഫോൺ വെച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും അങ്ങോട്ട് അച്ചു വന്നു. എന്തായിരുന്നു ഇത്ര സമയം പല്ലവിയായിട്ട്? അല്ല, പല്ലവി ആരാന്ന് വെച്ചിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. അതെ, നീ അറിയേണ്ട കാര്യമില്ല എന്ന് പറയാം. ഓ, എന്നെങ്കിൽ ഞാൻ അറിയുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല എന്ന് പറയാണ്. ഈ സമയം സേതു, ദൈവമേ, ഇനിയിപ്പൊ താൻ സംസാരിച്ചു നോക്കി ഇവളിവിടെ കേട്ടോണ്ടിരിക്കണോ? ഇവളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടായിട്ടുണ്ടോ? അച്ചുവിന്റെ മനസ്സിൽ സംശയം ഉണ്ടായ തനിക്കിപ്പോ എന്താ? ഈ കർമ്മങ്ങളൊക്കെ കഴിയുന്നോടം വരെ താൻ ഇവിടെ നിൽക്കുള്ളൂ. പിന്നീട് താൻ ഇവിടുന്ന് പോകത്തില്ലേ? പിന്നെ തനിക്കെന്താ കുഴപ്പം? താനിപ്പോ ആരെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഇവർക്ക് എന്താ കുഴപ്പം? അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ലോ എന്നും പറഞ്ഞോണ്ട് സേതു അങ്ങോട്ട് പോവാം. പിന്നീട് പല്ലവി നേരെ സ്മൃതിനെ വിളിക്കുവാണ്. സ്മൃതിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, സേതുവേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സേതുവേട്ടൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു പറയാം. ഞാൻ പറഞ്ഞില്ലേ, സേതുവേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവേട്ടൻ ഉറപ്പായിട്ട് നിന്റെ കൂടെ വരും, നീ വരാതിരിക്കില്ല എന്ന് പറയാ. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ തന്നെ പല്ലവി രാവിലെ തന്നെ പോകാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് ശോഭ വന്നിട്ട് ചോദിച്ചു, അല്ല മോളെ, നീ ഇത്ര രാവിലെ എങ്ങോട്ടാ പോണേ? ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടമ്മേന്ന് പറയണ. അപ്പൊ പത്തനംതിട്ടയിലാന്നും അത്ര അകലെയാന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കാരണം അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ അച്ഛനും അമ്മയൊന്നും സമ്മതിക്കത്തില്ല. പോരാത്തിന് സേതുവേട്ടനും കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു. അല്ല, തന്നെയുള്ളോ? ഇല്ല, ഞാൻ സ്മൃതിനെ കൂട്ടി വിളിച്ചിട്ടുണ്ട്, അവൾ എന്റെ കൂടെ വരാന്ന് പറഞ്ഞു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അമ്മേന്ന് പറയണ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുവാണ്. പിന്നീട് ഇറങ്ങിയതിന് ശേഷം സേതുവിനെ വിളിക്കുകയാണ്. സേതുവേട്ടാ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയണം. അതെ, 5 മിനിറ്റ്, ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാന്ന് പറയണം. അങ്ങനെ സേതു വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം അച്ചു വന്നിട്ട് ചോദിച്ചു, എങ്ങോട്ടാ രാവിലെ എന്ന് ചോദിക്കണം. അതെ, നീ അറിയേണ്ട കാര്യമില്ല. മനസ്സിലായി. ഇന്നലെ പല്ലവി വിളിച്ചിട്ടുണ്ടായിരുന്നു. പല്ലവി വിളിച്ചിട്ട് എങ്ങനെയാണോ പോണേന്ന് ചോദിക്കാം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ കാര്യത്തിൽ കൂടുതൽ തലയിടാൻ പറ്റില്ലെന്ന് പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞ് സേതു അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. ഈ സമയത്ത് ഋതു വന്നിട്ട് ചോദിച്ചു, അയാൾ എന്താ പറഞ്ഞിട്ട് പോയത്? അതെ, വല്യേട്ടൻ പുറത്ത് പോവാ. ഹോ, രക്ഷപ്പെട്ടു, എന്റെ ദൈവമേ, ഒരു സമാധാനമുണ്ട്. അയാൾ ഇനി ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു പറയാം. ഇത് കേട്ടോണ്ടാണ് പൂർണിമ അങ്ങോട്ട് വരുന്നത്. പൂർണിമ പറഞ്ഞു, നീ എന്താ ഋതു പറയണേന്ന് ചോദിക്കുക. നിന്റെ ഏട്ടനാന്നുള്ള കാര്യം നീ മറന്നുപോയോ? ഒരു ഏട്ടൻ വന്നിരിക്കുന്നു. അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ? എനിക്കാണെങ്കിൽ സാധിക്കാണല്ലോ. അയാളെ കണ്ണെടുത്താൽ കാണത്തില്ല. അയാളുടെ ഒരു സ്വഭാവം അല്ല തന്നെ മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, അതെ, ഞാൻ ഇന്ന് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോവാന്ന് പറയാം. പെട്ടെന്ന് പൂർണ്ണ പറഞ്ഞു, ഇന്ന് പോണം മോളെന്ന് ചോദിക്കാം. എന്റെ അമ്മയ്ക്ക് അറിയാലോ, പ്രതാപനങ്ങളാണെങ്കിൽ പകുതി സമയം അവിടെയൊന്നും കാണത്തില്ല. ഇനിയിപ്പോ അച്ഛനും കൂടി ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായി കിടക്കുക. എനിക്കാണ് ഒന്നും കണക്കുകളും കാര്യങ്ങളും ഒന്നും മനസ്സിലാവുന്നും കൂടി ഇല്ല. അവിടെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് പോവാം. എത്ര ദിവസം എന്ന് വെച്ചാൽ അമ്മ വീട്ടിലിരിക്കണേന്ന് ചോദിക്കാം. ശരി, എനിക്ക് നിന്നെ പറഞ്ഞുവിടാൻ മനസ്സുണ്ടായിട്ടല്ല. ഇപ്പൊ ഈ സമയത്ത് വേറെ ആരും ഇല്ലല്ലോ മോളെ, അതുകൊണ്ടാ. നീ പോയിട്ട് പോരെ, നേരത്തെ വന്നാൽ മതി പറയണം. അങ്ങനെ ഋതു പോവാണ്. ഈ സമയത്ത് സാധ്യ പറഞ്ഞു, ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എന്താണെങ്കിലും ക്ലാസ്സിലേക്ക് പോകുന്നുള്ളൂ, ഉടനെ ഒന്നും പോകുന്നില്ല എന്ന് പറയണം. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ വേണ്ട, നീ പോകുമൊന്നും വേണ്ടാന്ന് പറയണേ, ഇപ്പൊ ഉടനെ ഒന്നും പോകണ്ടെന്ന് പറയാണ്. പിന്നീട് സേതു നേരെ ചെല്ലുമ്പോൾ പല്ലവി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ജംഗ്ഷനിൽ. അങ്ങനെ പല്ലവിനെ കയറ്റിക്കൊണ്ട് സേതു പോവാം. അപ്പൊ സേതു ചോദിച്ചു, അല്ല, ഇന്റർവ്യൂ എത്ര മണിക്കാന്ന് ചോദിക്കണം. ഒരു 11:30ക്കാണ് ഇന്റർവ്യൂ എന്ന് പറയണം. അതിനു മുമ്പ് നമ്മൾ എന്താണല്ലോ എത്തുമെന്ന് പറയണം. അല്ല, ഈ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? കിട്ടുമെന്ന് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സ്മൃതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്മൃതിയുടെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നേ. അല്ല, ജോലി കിട്ടിയ പിന്നെ എന്ത് ചെയ്യും? ഇത്ര ലോങ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. അത് പിന്നെ അവിടെ ഹോസ്റ്റലൊക്കെ ഉണ്ട്, ഹോസ്റ്റലിൽ നിൽക്കാന്നേ വിചാരിക്കണേന്ന് പറയാണ്. ഇത് കേട്ട സേതുവിന്റെ മുഖം ഒന്ന് മാറി. എന്ത് പറ്റി? ഒന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ അവരങ്ങോട്ട് പോവാം. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും ഒരു കുറച്ച് കാട് വഴി ഉണ്ടായിരുന്നു, അതിലൂടെ കയറി അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും പെട്ടെന്നൊരു വണ്ടി ഇങ്ങോട്ട്, ഒരു കാർ ഇങ്ങ് നല്ല സ്പീഡിൽ ഇങ്ങോട്ട് വന്നു. ഇടിച്ചില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സേതു ഒന്ന് വെട്ടിക്കുവാണ്, സൈഡിലേക്ക് അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് വെട്ടിച്ചു. ഈ സമയം പെട്ടെന്ന് പല്ലവി എന്ത് ചെയ്യുവാണ്, പിടിവിട്ടിട്ട് നേരെ സേതുവിന്റെ മേത്തേക്ക് വന്ന് വീഴുവാണ്. ആ വണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വണ്ടിയെ തട്ടാതിരിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാ. പക്ഷേങ്കില് പല്ലവി വന്ന് ഇങ്ങനെ തോളത്തേക്ക് വീണ് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന് പെട്ടെന്ന് എന്തോ ഒരു ലൈക തോന്നി. ആ സമയം പല്ലവി എന്ത് ചെയ്യാണ്, സേതുവിന്റെ കയ്യിൽ നിന്ന് മുഖം എടുത്ത് ഉയർത്തി സേതുവിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പല പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്തോ ഒരു ചമ്മലൊക്കെ പല്ലവിയുടെ മുഖത്തും പ്രത്യക്ഷപ്പെട്ടു. അല്ല, സോറി കേട്ടോ സേതുവേട്ടാ, പെട്ടെന്ന് ഞാൻ എന്റെ പിടിവിട്ട് അങ്ങ് പോയതാ, അതുകൊണ്ടാന്ന് പറയണേ.
കുഴപ്പമില്ല, ഇവനൊക്കെ ആർക്ക് വായുകുളയും മേടിക്കാൻ പോയത് കണ്ടില്ലേ, 2 പറഞ്ഞിട്ട് വരാമെന്ന് പറയണേ. വേണ്ട സേതുവേട്ടാ, വേണ്ട, പോണ്ട, ഇപ്പൊ തന്നെ സമയം അധികമായി, ഇനിയിപ്പം അതിന്റെ പുറയൊന്നും പോകാൻ നിൽക്കണ്ട. അവര് ചിലപ്പോ വല്ല അത്യാവശ്യക്കാരാണെങ്കിലും അറിയത്തില്ലോ, അത്യാവശ്യക്കാർ ഇങ്ങനത്തെ പരിപാടിയാണ് ചെയ്യുന്നേ. പേടിച്ചു പോയെന്ന് ചോദിക്കുക. കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യുക, ഇറങ്ങ, ആ മുഖം കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്, വിഷമായോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സേതു അങ്ങോട്ട് ഇറങ്ങി. പിന്നീട് പല്ലവിനെയും കൂടെ ഇറക്കുവാണ്. ഇറങ്ങി വാ, ഒച്ച റിലാക്സ് ചെയ്തിട്ട് പോയാൽ മതി. കാരണം പല്ലവി നന്നായിട്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ വണ്ടി ഇടിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് വന്ന് നിൽക്കുന്നത്. പിന്നീട് പല്ലവി പറഞ്ഞു, ഒരു നിമിഷത്തേക്ക് എന്റെ ജീവൻ അങ്ങോട്ട് പോയെന്ന് പറയാം. സേതു പറഞ്ഞേ, അങ്ങനെയൊന്നും സംഭവിക്കത്തൊന്നുമില്ല, ഞാനല്ലേ ഡ്രൈവ് ചെയ്യുന്നേ, എനിക്കൊരു വിശ്വാസം ഉണ്ടെന്ന് പറയാം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുവാണ്. പോലീസ് ജീപ്പ് അവിടെ അങ്ങോട്ട് വന്ന് നിർത്തി. എന്താടാ രണ്ടുപേരും കൂടി ഇവിടെ ചുറ്റിക്കളി? കാട്, വിജനമായ റോഡ്, കാറൊക്കെ പാർക്ക് ചെയ്ത് രണ്ടും കൂടെ ആസ്വദിച്ച് നിൽക്കുവല്ലേ ഇണക്കുരുവികളെ പോലെ എന്ന് ചോദിക്കുക. പെട്ടെന്ന് പല്ലവിക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ വന്നു. ദൈവമേ, താൻ കാരണം സേതുവേട്ടനും കൂടെ ഇങ്ങനെ ചീത്ത കേൾക്കുവാണല്ലോ. പാവം സേതുവേട്ടൻ എന്ത് വിചാരിക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ. പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് സേതു പറഞ്ഞു, സാർ എന്ത് വർത്താനാ പറയണമെന്ന് ചോദിക്കും. എന്താടാ സാറേ, ഇതെന്റെ ഭാര്യയാന്ന് പറയാണ്. ഇത് കേട്ടതും അയാള് ഒന്ന് ഞെട്ടി. ദൈവം, ഭാര്യയാണോ? താൻ പറഞ്ഞ അബദ്ധമായി പോയെന്ന രീതി അല്ല, സാധാരണഗതിയിൽ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നേ കാമുകന്മാരൊക്കെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. അല്ല, രണ്ടുപേരും കൂടെ ഇങ്ങോട്ടാ, ഇതെന്താ ഇവിടെ നിൽക്കണേ? അല്ലാതെ പിന്നെ സാറേ, എന്റെ ഭാര്യ പല്ലവിയാ, അവൾക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വഴിയാന്ന് പറയണം. അപ്പൊ പെട്ടെന്നൊരു കാറ് വന്ന് ഇടിക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് വെട്ടിച്ച് മാറ്റി കഴിഞ്ഞപ്പോൾ അവൾ ഇച്ചിരി പേടിച്ചു പോയി. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇറങ്ങി നിന്നാന്ന് പറയാം. ഈ സമയം, ഓ അതാണ് കാര്യം, കുഴപ്പമില്ല എന്ന് പറയണം. സോറി കേട്ടോ, ഞാൻ അറിയത്തില്ലാതെ പറഞ്ഞത്, കാരണം ഒത്തിരി പേര് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, അതുകൊണ്ട് ഇന്നത്തെ കാലമല്ലേ, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയമെല്ലാം പല്ലവി സേതുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. കാരണം താൻ ഭാര്യയാന്ന് പറഞ്ഞിരിക്കുന്നു, വൈഫാന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാണ്. പെട്ടെന്ന് സേതുവിന്റെ മുഖത്തേക്ക് പല്ലവി നോക്കുന്നതാണ്. സേതു പറഞ്ഞു, അയ്യോ സോറി കേട്ടോ, ആ സമയത്ത് ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയും കണ്ടില്ല. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോ ഞാൻ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിന് പല പല അർത്ഥങ്ങളും കണ്ടെത്തും. ഇവിടെ എന്തിനാ വണ്ടി നിർത്തിയിരിക്കുന്നത്, എന്താ കാര്യം എന്നൊക്കെ 100 ചോദ്യങ്ങളായിരിക്കും. ഇപ്പൊ കണ്ടില്ലേ, വൈഫാന്ന് പറഞ്ഞു കഴിയുമ്പോ തന്നെ അവന്മാര് പെട്ടെന്ന് തന്നെ പോയത് കണ്ടില്ലേ, അധികം ചോദ്യങ്ങളോ പറച്ചിലുകളോ ഒന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയാം. ഇത് കേട്ട പല്ലി പറഞ്ഞ്, എന്നാലും അതെ പേടിച്ചു പോയതാന്ന് നിൽക്കും. ഒന്നുമില്ല, പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ അവിടെ തമാശന് പറഞ്ഞ കേട്ടോ, അപ്പോഴത്തെ ഒരു രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ, അതോർത്ത് പല്ലവി വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണ. പല്ലവി പറഞ്ഞ്, എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണ. അങ്ങനെ അവരങ്ങോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പല്ലവി അച്ഛനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം മാധവമേനെ കുറിച്ച് ചോദിച്ചപ്പോ തന്നെ സേതു പറഞ്ഞു, അതെ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, ആ കേസ് അങ്ങോട്ട് വിട്ടേക്കാൻ പറയണം. പല്ലവി പറഞ്ഞല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, എനിക്ക് സേതുവേട്ടനെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എനിക്ക് ചോദിച്ചത് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം. ഇത് കേട്ടപ്പം സേതു പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നിന്നോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും എനിക്കില്ല, പക്ഷെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ വെറുത്തതിന് കാരണമുണ്ട്. എൻ്റെ അമ്മേനെ ഉപേക്ഷിച്ച് ആ പൂർണിമ എന്ന് പറഞ്ഞ സ്ത്രീയെ വിവാഹം കഴിച്ച അന്ന് മുതൽ എനിക്ക് അച്ഛനോട് ഭയങ്കര ദേഷ്യമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നേന്ന് പറയാം. ഇത് കേട്ട പല്ലവി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയായിരിക്കും സേതു കേട്ടാ, പക്ഷേങ്കിൽ ഈ പറയുന്ന മാധവമേനോൻ ഉണ്ടല്ലോ, സേതുവേട്ടൻ്റെ അച്ഛൻ ഒരു പാവമായിരുന്നു, സേതുവേട്ടൻ എന്ന് വെച്ചാൽ ജീവനായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ അമ്മ പൂർണിമാമ്മ, അവർ പാവാന്ന് എനിക്ക് തോന്നണെന്ന് പറയുന്നത്. ഇതേ പല്ലവി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേറെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഈ കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിൽ നമുക്ക് ഇവിടെ കൂടെ സ്റ്റോപ്പ് ചെയ്തേക്കാന്ന് പറയാം. പിന്നീട് പല്ലവി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് പല്ലവിനെ വീട്ടിൽ കൊണ്ടുവിട്ട് സേതു അങ്ങോട്ട് പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന സേതു പോയി അവിടെ പൊന്നുമടത്തിൽ പോയി അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് പിന്നീട് നേരെ സിറ്റിക്ക് ഇറങ്ങുവാണ്. അങ്ങനെ സിറ്റിക്ക് ഇറങ്ങുന്ന സമയത്താണ് കൂടെ ശ്രീഹരി ഉണ്ടായിരുന്നു. അവനങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഇന്ദ്രൻ വരുന്നത്. അപ്പൊ ഇന്ദ്രന്റെ വരവ് ഒട്ടും സേതു പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു. അപ്പൊ സേതുവിനെ കണ്ടപ്പോ തന്നെ ഇന്ദ്രൻ പെട്ടെന്ന് വണ്ടി നിർത്തി അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ഓഹോ നീ ഇവിടെ ഉണ്ടായിരുന്നോ, ഞാൻ നിന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, നീ ആ പൊന്നുമടത്തിലെ മാധവമേനന്റെ മകനല്ലേ, എനിക്കറിയില്ലായിരുന്നാ, ഞാൻ കരുതി എന്താണെന്നറിയോ, നീ എവിടുന്നോ ഇങ്ങോട്ട് വന്നൊരു വരുത്തനാന്ന് കരുതിയാ ഞാൻ ഇരുന്നേന്ന് പറയാം. ഇത്ര നല്ലൊരു അച്ഛനും മകനായിട്ട് ജനിച്ചിട്ടാണോടാ നീ ഇങ്ങനെ തലതെറിച്ച് പോയെന്ന് ചോദിക്കുക. ഇത് കേട്ടതും സേതുവിന് നല്ല ദേഷ്യം വന്നു. സേതു പറഞ്ഞു, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ, അതെ മാധവമേനന്റെ മകനാണോ അല്ലേന്ന് ഞാൻ തീരുമാനിച്ചോളാം, നീ കൂടുതൽ ആ കാര്യം ചോദിക്കാൻ പറയണ്ട കേട്ടോ എന്ന് പറയാം. അപ്പൊ നീ മാധവമേനന്റെ മകനല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടത് സേതുവിനെ അങ്ങോട്ട് പെരുത്ത് കയറി, കയ്യങ്ങോട്ട് തരിച്ചു കയറി. എന്നിട്ട് നാളിലങ്ങോട്ട് പൊട്ടിച്ചാലോ എന്ന് അങ്ങോട്ട് തോന്നി. കാരണം കളിച്ച് മുറത്ത് കയറിയേ കൊത്തുന്നേ. പിന്നീട് പറഞ്ഞു, നീ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുവാന്ന് തോന്നില്ലേ, എടാ എന്റെ ഭാര്യ അല്ലടാ ഇപ്പൊ നീ കൊണ്ടിക്കൊണ്ട് നടക്കണേ, ഞാൻ കണ്ടായിരുന്നു നിന്റെ ഈ നടപ്പും മട്ടും ഭാവവും ഒക്കെ, എപ്പൊ നോക്കിയാലും ഇപ്പം അവള് നിന്റെ കൂടെയാണല്ലോ,
നിന്റെ വീട്ടിൽ നിന്നാണല്ലോ അവൾ ഇറങ്ങി വരുന്ന കണ്ടേ. സത്യമല്ലടാ ഞാൻ പറഞ്ഞെന്ന് ചോദിക്കാം. ഇത് കേട്ട സേതുവിന് അടിമുടി അങ്ങോട്ട് പെരുത്ത് കയറി. നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ദന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുവാണ്. ഇന്ദന്റെ അങ്ങോട്ട് ചെന്നിട്ട് ആ കോളറിന് അങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ചു. ഇനി ഒരക്ഷരം മിണ്ടി പോയിട്ടുണ്ടെങ്കിൽ നിന്റെ പല്ല് ഞാൻ താഴെ ഇടുമെന്ന് പറയണം. ഇത് കേട്ട് ഞെട്ടിത്തെരിച്ച് ഇന്ദ്രൻ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.